എനിക്ക് സ്വർഗത്തിൽ പോകണം നബിയേ, എനിക്ക് സ്വർഗത്തിൽ പോകണം നബിയേ. എൻ്റെ കയ്യിൽ ഒരുപാട് നന്മകളില്ല നബിയേ, എനിക്ക് സമ്പത്തില്ല നബിയേ. അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ എനിക്ക് സമ്പത്തില്ല. ഞാൻ പാപപ്പെട്ടവനാണ്, ധരിച്ചിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രമില്ലാത്തവനാണ്. അല്ലാഹുവിൻ്റെ റസൂലിനോട് വന്ന് പറയുകയാ, എനിക്ക് പക്ഷേ സ്വർഗം വേണം നബിയേ. അല്ലാഹുവിൻ്റെ പ്രവാചകനാ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാ, ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ചെറുപ്പക്കാരാ, നിനക്ക് സ്വർഗം വേണോ? അക്സുറു സുജൂദ്, നീ സുജൂദുകളെ അധികരിപ്പിക്ക്, നിനക്ക് സ്വർഗം തരാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു പാവപ്പെട്ട സ്വഹാബി വന്നിട്ട് പറയാ, നബിയെ, എല്ലാവരും പൈസ കൊടുക്കുന്നുണ്ട്, സദക്ക കൊടുക്കുന്നുണ്ട്, എല്ലാവരും പലതും ചെയ്യുന്നുണ്ട്, എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല, ഞാനൊരു പാവപ്പെട്ടവനാ, ഈ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ വേറൊന്നുമില്ല, ഈ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല നബിയെ, എനിക്ക് സ്വർഗത്തിൽ പോകണം. പണക്കാർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, എല്ലാവരും പോവും. അപ്പൊ ഈ പാവപ്പെട്ടവൻ ചോദിച്ചു, എനിക്ക് സ്വർഗത്തിൽ പോകണം, എന്താ വഴി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ സുജൂദുകൾ അധികരിപ്പിക്കുക, ഒരുപാട് സുജൂദുകൾ നീ ചെയ്യ് എന്ന് പറഞ്ഞാൽ അമിതമായി നീ നിസ്കരിക്ക്, അമിതമായി നീ നിസ്കരിക്ക്, നിസ്കരിക്കുന്ന സമയത്ത് സുജൂദ് നീ ദീർഘിപ്പിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സുജൂദുകൾ അധികരിപ്പിക്കാൻ. എന്നിട്ട് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത് നിന്റെ സുജൂദിനെ നീ ദീർഘിപ്പിക്കണം. എത്ര നേരം കിടക്കാൻ പറ്റുമോ അത്രയും നേരം നീ കിടക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിൽ അധികം പേര് സുജൂദ് തന്നെ ചെയ്യാറില്ല. പിന്നെ ഇപ്പം എന്താ അല്ലേ? നമ്മളിൽ എത്ര പേരാ സുജൂദ് ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന എത്ര മഹാന്മാരാ ഉള്ളത് ആലോചിക്കുക. ചെറിയ ഒരു നടുവേദന വന്നാൽ മതി, ചെറിയ എന്തെങ്കിലും, വേറൊന്നും വേണ്ട, ചെറിയ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ മതി, എനിക്ക് നിങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റൂല. എത്ര പേരുണ്ടപ്പാ ഈ സുജൂദ് ചെയ്യാതെ ഈ കസേരയിലൊക്കെ ഇരുന്ന് നിസ്കരിക്കുന്ന വാപ്പാടെ മുന്നിൽ ഒരു 2000-ന്റെ ഒരു 5-6 നോട്ട് ഇങ്ങനെ ഇട്ടിട്ടൊന്ന് കുനിഞ്ഞെടുക്കാൻ പറഞ്ഞു. പറ മനുഷ്യന്മാരെ, ഇത് പറ്റൂലേ? എടാ, ഈ സുജൂദ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ മുന്നിൽ ഒന്ന് പൈസ ഇട്ട് നോക്ക്, പറക്കുന്ന കാണാവോ? കുനിഞ്ഞടന്ന് പറക്കണാണ്. അപ്പൊ എങ്ങനെ കുനിയുന്നു? എടാ, നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണമെന്നല്ലേ നിങ്ങൾ പറ? അങ്ങനല്ലേ പഠിച്ചിരിക്കണത്? ഈ ഇരുന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ എവിടെ ഇരുന്ന് നിസ്കരിക്കണമെന്നാ? കസേരയിലല്ലേ? നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ കസേരയിൽ ഇരുന്നെന്നാണ് നമ്മൾ കരുതിയിരിക്കണേ. അതെന്നും പോലെ അത് എവിടെ നിന്നാ പഠിച്ചെന്ന് എനിക്കെന്നെ അറിയത്തില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ, നിസ്കാരത്തിൽ പെട്ടത് സുജൂദ് അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്യണമല്ലോ. എന്തേ ചെയ്യാൻ മടി? എന്റെ പൊന്നാര ചങ്ങാതിമാരോട്, എന്റെ വാപ്പമാരോട് പറയുന്നു, പഠിച്ചവനെ, ഇവിടെ ചെറുപ്പക്കാർ വരെ ഇപ്പൊ കസേരയില. ഓരോ പള്ളിയിൽ കസേരകളിൽ തന്നെ ഉണ്ട്, നിരത്തിയിട്ടിട്ടുണ്ട് ഇങ്ങനെ. ചില പള്ളിക്കകത്ത് പോലും കസേര കയറ്റത്തില്ല, വേണമെങ്കിൽ പുറത്തു പോയി നോണം. പള്ളിക്കകത്ത്, അകമ്പള്ളിക്കകത്ത് കയറ്റത്തില്ല കസേര, മൊത്തം പുറം പള്ളിയിൽ ഒരു സൈഡ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ചില പള്ളികളിൽ. 1-ാമത്തെ സഫി വന്ന് കസേര ഇട്ടുകൊണ്ട് കയറി ഇരിക്കാൻ, നിസ്കരിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇരുന്നൊന്ന് നോക്ക് വാപ്പ. ഇരുന്ന് ചിലപ്പോൾ നിന്റെ കാല് കിബിലയുടെ നേരെ നീട്ടി ഇരുന്ന് കുഴപ്പമില്ലല്ലോ, എന്നാലും അല്ലാടെ മുന്നിൽ ഇരിക്കല്ലേ. സുജൂദ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്ക്. കാരണം നമ്മുടെ നെറ്റിത്തടം സുജൂദിൽ വെക്കണം. അപ്പോഴല്ലേ നിസ്കാരമാകത്തുള്ളൂ. എൻ്റെ അടുത്ത് എവിടെ ഒരു വഴുതിന് പോയപ്പോൾ ഒരു ഉമ്മ കരഞ്ഞുകൊണ്ട് ഉസ്താദിനോട് എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോനെ, ഒന്ന് സുജൂദ് ചെയ്യാൻ എനിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്യും. അല്ലാഹു ഉമ്മയ്ക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ പലർക്കും സുജൂദ് ചെയ്യാൻ വല്ലാത്ത മടിയാ. നിസ്സാര കാര്യങ്ങൾ. ഞാൻ ഈ പറ്റാത്തവരെയല്ല, പറ്റാത്തവർക്ക് നറൂറത്തിന്റെ ഘട്ടത്തിൽ ചെയ്യണ്ട എന്നല്ലേ, ചെയ്യാൻ കഴിയാത്തവനെ കുറിച്ചല്ല. നിസ്സാര എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് സുജൂദ് ചെയ്യാൻ മടിക്കുന്നവർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സുജൂദ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? ഒരാൾ സുജൂദ് ചെയ്യാൻ പറഞ്ഞത് വെറുതെയല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രഭാഷണം കേൾക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ സുജൂദ് ഭൂമിയിൽ തന്നെ ചെയ്യണേ. അതിലൊരിക്കലും നിങ്ങൾ അലംഭാവം കാണിക്കരുത്. ചിലപ്പോൾ നിങ്ങൾ സുഖമില്ലാതെ ഇരിക്കുന്നത് കാരണം, ചിലപ്പോൾ സാധാരണ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഇരിക്കുന്നത് പോലെ ഇരിക്കാൻ കഴിയണമെന്നില്ല.
എങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഇരുന്ന് സുജൂദ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഭൂമിയിൽ തന്നെ സുജൂദ് ചെയ്യ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സുജൂദിന്റെ അടയാളം മുഖത്ത് പ്രതിഫലിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുമല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, എല്ലാവരും അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുകയാണ്. മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങൾ മാത്രമല്ല, അതാ മരങ്ങൾ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അലം തറ അന്നല്ലാഹു യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂം വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറും മിനൻ നാസ്. മനുഷ്യൻ മാത്രമല്ല, ആകാശങ്ങളിലുള്ള, ആകാശത്തിലും ഭൂമിയിലുള്ള സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും വൃക്ഷങ്ങളും ജന്തുക്കളും മനുഷ്യരും എല്ലാവരും അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവരാണെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വകർഹാ വദിലാലുഹും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുകയാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ പോലും പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. ഇന്നല്ലദീന ഇൻദ റബ്ബിഹിം ലാ യസ്തക്ബിറൂന അൻ ഇബാദതി വയുസബ്ബിഹൂന വലഹു യസ്ജുദൂൻ. അല്ലാഹുവിന്റെ മലക്കുകൾ പോലും പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്തെന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, സുജൂദിന്റെ അടയാളം മുഖത്ത് പ്രതിഫലിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സുജൂദ് ചെയ്താ കിട്ടുന്ന പ്രതിഫലമാണ് പറയുന്നത്, സുജൂദ് ചെയ്യുന്നതിന്റെ മഹത്വമാണ് പറയുന്നത്. അല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളിലൻ മിനല്ലാഹി വറിദ്വാനാ സീമാഹും ഫീ വുജൂഹിഹിം മിൻ നസരി സുജൂദ്. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, സീമാഹും ഫീ വുജൂഹിഹിം മിൻ നസരി സുജൂദ്. സുജൂദ് ചെയ്തതിന്റെ അടയാളം അവന്റെ മുഖത്ത് കാണാ. നിസ്കാരത്തഴമ്പല്ല, അവന്റെ മുഖത്തൊരു പ്രകാശം കാണാ, അവന്റെ മുഖത്തൊരു ചൈതന്യം കാണാ, അവന്റെ മുഖത്തൊരു ഈമാനിന്റെ പ്രഭ കാണാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, അതാ സുജൂദിന്റെ ഫലമായി അവരുടെ മുഖങ്ങളിൽ അടയാളങ്ങൾ കൊണ്ടുള്ള ചില കാര്യങ്ങൾ കാണുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒരാൾ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ മുഖത്ത് ചില അടയാളങ്ങൾ കാണാം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം നിങ്ങൾ തപ്പി നോക്കൂ, ഉസ്താദ് നിസ്കാരത്തഴമ്പില്ലല്ലോ, നിസ്കാരത്തഴമ്പില്ലല്ലോ. നിസ്കാരത്തഴമ്പൊന്നും വേണ്ട സഹോദര. ഒരാളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം അവൻ്റെ മുഖത്ത് ഈമാനിൻ്റെ പ്രകാശം ഉണ്ടോ ഇല്ലയോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് കൊതി തോന്നും, പിന്നെയും പിന്നെയും നോക്കാറില്ലേ. ഇതപ്പോൾ ചില ഉസ്താദന്മാരൊക്കെ വരുമ്പോൾ, ചില ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ അറിയാതെ നോക്കിയപ്പോൾ ഇതെന്ത് ഈ മനുഷ്യൻ ഏതപ്പാ, ഒരു വല്ലാത്ത ഒരു പ്രകാശം അവരുടെ മുഖത്ത് വെക്കുമ്പോൾ തന്നെ ഒരു മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈമാൻ എന്തിനാപ്പാ? നിങ്ങൾ സുബഹി നിസ്കരിക്കുന്നവർ കണ്ണാടിയുടെ മുന്നിൽ പോയി നോക്ക്. നിങ്ങൾ സുബഹി ഒരു ദിവസം 5 വഖത്ത് നിസ്കരിച്ച മനുഷ്യൻ കണ്ണാടിയുടെ മുന്നിൽ പോയി നോക്കിക്കേ. നമുക്ക് തന്നെ തോന്നുന്നു നമുക്ക് ഗ്ലാമർ വെച്ചത്.
നമുക്ക് തന്നെ തോന്നും എന്താ ഒരു ഗ്ലാമർ. കാണുന്നവനൊക്കെ ചോദിക്കും എന്തപ്പോ എന്നൊരു മുഖത്തിരി സന്തോഷമൊക്കെ, എന്താ വലിയ ഹാപ്പിയിലാണല്ലോ. ഒന്നുമില്ല, അത് 5 നേരം നിസ്കരിച്ചത് കൊണ്ടാ, സുബഹി കിട്ടിയത് കൊണ്ടാ. ആ ഈമാനിന്റെ പ്രകാശം ആ മുഖത്ത് അള്ളാഹു മരിക്കുമ്പോളം നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മൾ വിചാരിക്കും ഫെറോയിൽ ഒരു തേച്ചത് കൊണ്ടാണ്. നല്ല ഗ്ലാമർ അതൊന്നുമല്ല. നിസ്കരിക്കുന്നവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഒരു ചൈതന്യം കാണാം. എന്നാൽ നിസ്കരിക്കാത്ത ദിവസം പോയി നോക്കിക്കേ, എന്താടാ മുഖത്ത് ഉറക്കമൊന്നുമില്ല, എനിക്ക് ക്ഷീണിച്ചു പോയോടാ, ടെൻഷനാണ്, ചോദിക്കുക ഒന്നുമില്ല. എന്തുകൊണ്ട്? ആ പ്രകാശം നഷ്ടപ്പെട്ടു പോകും. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, സുജൂദിന്റെ അടയാളം നിന്റെ മുഖത്ത് കാണാം. അത് ചിലപ്പോൾ പ്രകാശമായിട്ടായിരിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കാം, ചിലപ്പോൾ ഒരു പുഞ്ചിരിയിലായിരിക്കാം, അല്ലെങ്കിൽ നിസ്കാര തഴമ്പിന്റെ രീതിയിലായിരിക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു തആല അൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഉമ്മത്തി യൗമൽ ഖിയാമത്തി ഗുർറൻ മിനസ് സുജൂദിൽ മുഹജ്ജലൂന മിൻ വുളൂഇ ഖാല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വഹാബാ, എന്റെ സമുദായം സുജൂദിനാൽ, നെറ്റിയിൽ വുളൂഇനാൽ, കൈകാലുകളിൽ പ്രകാശിക്കുന്നവരായി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആദം നബി മുതൽ ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, അവരുടെ അനുയായികൾ മുഴുവനും നാളെ പരലോകത്ത് നിൽക്കുമ്പോ മുത്തുനബിയുടെ സമുദായത്തെ തിരിച്ചറിയാനുള്ള ഐഡിങ്കേതാ, തിരിച്ചറിയാനുള്ള അടയാളം എന്തെന്നറിയുമോ? പ്രകാശമാ, പ്രകാശിക്കുകയാ. എന്തേ പ്രകാശിക്കുന്നതെന്നറിയുമോ? പടച്ചവനെ, സുജൂദിന്റെ അവയവങ്ങൾ പ്രകാശിക്കുകയാ. നാളെ പരലോകത്ത് തിരിച്ചറിയാനുള്ള അടയാളമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ചില മനുഷ്യന്റെ ശരീരത്തിൽ ചില കാര്യങ്ങൾ നാളെ പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എല്ലാരെയും തിരിച്ചറിയണ്ടേ? എത്ര ആളുണ്ടാകും? അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പരലോകത്ത് ആദം നബി മുതൽ റസൂലുള്ളാഹി തങ്ങൾ വരെയുള്ള പ്രവാചകന്മാരുടെ സമുദായം മുഴുവൻ ഇങ്ങനെ നിൽക്കുമ്പോ തിരിച്ചറിയണ്ടേ? അതിനുള്ള അടയാളം, എന്റെ ഉമ്മത്തിന് തിരിച്ചറിയാൻ കഴിയുന്ന അടയാളം, സുജൂദിന്റെ അവയവങ്ങൾ പ്രകാശിക്കും, ഉളുവെടുത്ത അവയവങ്ങൾ പ്രകാശിക്കും. അങ്ങനെ തിരിച്ചറിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് അങ്ങനെ പ്രകാശിപ്പിക്കുന്ന രീതിയിൽ ചെല്ലാൻ ഭാഗ്യം തരുമാറാകട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ പ്രകാശിക്കും. എന്താന്ന് പറയാവോ? വുളൂവിന്റെ അവയവങ്ങൾ പ്രകാശിക്കും, സുജൂദിന്റെ അവയവങ്ങൾ പ്രകാശിക്കും. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചത്. ഒരു കാര്യം കൂടെ പ്രകാശിക്കും. എന്താണെന്നറിയോ? പറ. എല്ലാത്തിനും ഓർമ്മക്കുറവാ. ഓർമ്മക്കുറവിന് എന്തോ ഒരു ലേഖ്യം ഉണ്ടല്ലോ തിന്നാൻ. എന്താപ്പ? ചൗക്കണ്ണം പോയി, ചൗക്കണ്ണനെ അറിയത്തില്ലേ? ഒരു ലേഖയില്ലേപ്പ? ഓർമ്മശക്തിക്ക് ഒരു ലേഖയില്ലേ? എന്തോ ഒരു ബ്രഹ്മി. അത് മേടിച്ച് കഴിച്ചാൽ മതി, നല്ല ഓർമ്മ വരും. അള്ളാഹു നമുക്ക് ഓർമ്മ നൽകുമാ. എന്നാ നല്ല ബ്രഹ്മിയൊന്നും തിന്നണ്ട കേട്ടാ നിങ്ങള്. ശരി, അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരച്ച മുടി പ്രകാശിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നരച്ച മുടി പ്രകാശിക്കും. എങ്ങനെ പ്രകാശിക്കും? പറിച്ചു കളഞ്ഞില്ലെങ്കിൽ. നരച്ച മുടി പറിച്ചു കളയാനുള്ളതല്ല, ഇങ്ങനെ കൊണ്ട് നടക്കണം. ഇങ്ങനെ താടിയിൽ ഒരെണ്ണം വെളുത്ത ഇങ്ങനെ കൊണ്ട് നടക്കണം. അൽഹംദുലില്ലാഹ്, സമയമായിട്ടാ, മരണിക്കാൻ സമയമായി. ഇങ്ങനെ പിടിച്ചു നോക്കണം. മരിക്കാൻ സമയമായല്ലോ, എൻ്റെ മരണം അടുത്തല്ലോ, അടയാളം കണ്ടല്ലോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കി കൊണ്ട് നടക്കണം. അങ്ങനെ കൊണ്ട് നടന്നാൽ പരലോകത്ത് വരുമ്പോൾ അത് പ്രകാശിക്കും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എനിക്കാണെങ്കിൽ ഇങ്ങനെ വല്ലതും പിടിച്ചിട്ട് നോക്കണം ഒരെണ്ണമെങ്കിലും ഉണ്ടോന്ന്. ചിലര് വെളുത്തതിൻ്റെ ഇടയിൽ കറുത്തത് നോക്കണം ഇരിക്കണത്. പലരുടെയും താടിയും തലയും മുഴുവനും നരച്ചുപോയി. നോക്കണില്ല. സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ താടി വെക്കാൻ സമയമായിട്ടാ. ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നരച്ച മുടി ഇതിങ്ങനെ പൊന്നുപോലെ കൊണ്ട് നടക്കണം. മൂസാ നബിക്കാണെന്ന് തോന്നുന്നു, ഇബ്രാഹിം നബിക്കോ മൂസാ നബിക്കോ ആണ് ആദ്യമായിട്ട് മുടി നരച്ചത്. അപ്പൊ ഇങ്ങനെ ചോദിച്ചു അത്ര, അല്ലാഹ് ഇതെന്താ? അല്ലാഹു അത് വക്കാറ, ഇത് നല്ല അഭിമാനമാണ്, ഗാംഭീര്യമാണ്. അപ്പൊ അവിടെ നിന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ സിദ്നി വക്കാറ, ഇത് കൂട്ടിത്തരണേന്നാ ദുആ ചെയ്തേ.
അള്ളാഹ് എല്ലാം ഒന്ന് അരപ്പിച്ചു തരണേന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നാളെ പരലോകത്ത് കടന്നു വരുമ്പോൾ ഈ സുജൂദ് ചെയ്ത അവയവങ്ങൾ പ്രകാശിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ.